എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലേക്കൊരു റിയാക്ഷനാണ് മാർക്കോ എന്നിങ്ങനെ നമ്മൾ ശക്തമായി പറയുമ്പോഴും മാർക്കോയെ വിറപ്പിച്ച ഒരു മുതലുണ്ട്. സൈറസ് വില്ലൻ പേര് തന്നെ ധാരാളം. മാർക്കോ ശരിക്കും ഓരോ ക്യാരക്ടേഴ്സും ഇങ്ങനെ തന്നെയാണ്. ഓരോരുത്തരും എടുത്താലും ഇങ്ങനെ തന്നെ ഭീകര ക്യാരക്ടർ. എന്താണെങ്കിലും സൈറസ് വേറെ ലെവലാണ്, കൂട്ടത്തിലെ കൊമ്പനാണ് സത്യം. എന്തായാലും സൈറസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അതായത് പ്രേക്ഷകർ ഈ സൈറസിനെ കൂടുതലായിട്ടങ്ങ് ആഘോഷിക്കുകയാണ്. ഇപ്പോൾ സത്യം, ഒരു വില്ലനെ ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പിന്നെ അത് മാത്രമല്ല, കൊടൂരമായ ഒരുപാട് വൃത്തികേടുകൾ ചെയ്ത ഒരു വില്ലനാണ്. സാധാരണ ലെവലിലുള്ള പരിപാടിയൊന്നുമല്ല ഇത്. ഇപ്പം ഇന്ന് രാവിലെ കൂടി ഒരു ട്രോള് കണ്ടതാണ്. അതായത് ബിലാൽ സിനിമയില് മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗ് വെച്ചിട്ട്, അതായത് കോളനിയിലല്ല അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പുറത്തു എടുത്തിരിക്കും, പൊക്കിയിരിക്കുന്ന സാധനം. അത് അവിടെ പറഞ്ഞു, ഇവിടെ വന്നിട്ട് മറ്റൊരാൾ ചെയ്തു. ഓർക്കാൻ വയ്യ. അയ്യോ ഭീകരാണ്. സെൻസർ ബോർഡൊക്കെ എങ്ങനെയാണ് അത് കണ്ടിരുന്നത്? കട്ട് ചെയ്യാനാണെങ്കിൽ പോലും ഇത് കണ്ടിരിക്കണ്ടേ? എന്തിന് ഇത് എഡിറ്റ് ചെയ്ത ആള് ട്രോമയിലായിട്ടുണ്ടാവില്ലേ? ആളിപ്പോ എങ്ങനെയാണ്, ആളിപ്പോ ഏത് മൈൻഡിലായിരിക്കും? അതെ, അതായത് സൈറസിന്റെ ക്യാരക്ടർ ചെയ്ത നമ്മുടെ കാബിർ ദുഹാൻ സിംഗ് ആള് ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം വൈഫിനെ വിളിച്ചു. എന്നിട്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ല. അല്ലെങ്കിൽ വൈഫിനെ വിളിച്ചാൽ സമാധാനം കിട്ടുമോ ഉള്ള സമാധാനം വെറുതെ പറഞ്ഞോട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കാബിർ ദുഹാൻ സിംഗ് എന്ത് ചെയ്തെന്ന് അറിയോ? ക്ഷേത്രത്തിലൂടെ പോയി എന്ന് പറഞ്ഞത്. എന്നിട്ട് സമാധാനമായിട്ട് കുറച്ച് സന്ദർശനമൊക്കെ നടത്തിയിട്ടാണ് എനിക്കൊന്ന് ഓക്കെ ആയി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയാണെങ്കിലും അല്ലെങ്കിലും ചില സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ പോലും ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ ഇത് കാണുന്നുള്ളൂ, ചെയ്യുന്ന ആൾക്കാർക്ക്. അതായത് ഇതിൽ അഭിനയിച്ചതൊക്കെ ചെയ്യുന്നത് ഞാനാണല്ലോ, എൻ്റെ മുഖാണല്ലോ വരിക എന്നുള്ളതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയണമെന്ന് തോന്നിയത് മറ്റേ ഷെരീഫ് മുഹമ്മദ് ഉണ്ടല്ലോ, ആളുടെ മകളാണ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അതെ അതെ അതെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഭീകരമായി തോന്നിയത് അതാ. അത് ഭയങ്കര സംഭവമാണ്. എനിക്ക് ഇമോഷണലി, അതായത് ഭയങ്കര വേദന തോന്നിയത് മറ്റുള്ള സാധനം കണ്ടിട്ടല്ല, ഈ സീന കണ്ടിട്ടാണ്. ഇങ്ങനെ നമ്മൾ പറയുമ്പോഴേ ഒരു കൂട്ടം ആൾക്കാർ, ഹേറ്റേഴ്സ്, അതായത് ഇത് ഇഷ്ടപ്പെടാത്തവർ നമുക്ക് കമൻ്റ് ഇടുന്നുണ്ട്. അതായത് നിങ്ങൾക്കിത് നിർത്താനായില്ലേ, നിങ്ങൾ എത്രാമത്തെ വീഡിയോ ആണ് മാർക്കോൻ്റെതെന്ന്. ഈ KGF അല്ലെങ്കിൽ ഇത് അനിമൽ, ഇപ്പോൾ എന്തിന് നമ്മുടെ വിക്രം, KGF 2, പിന്നെ കൈദി, ഇതൊക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അവിടെയുള്ള ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വലിയ സിനിമകൾ. അപ്പം നമ്മളിവിടെ നമുക്ക് അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവുന്നില്ല എന്ന് എപ്പോഴും പരാതി പറയും, ഓരോ പ്രേക്ഷകരും പറയുന്നതാണ്. എന്നിട്ട് നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ മറ്റ് ഇൻഡസ്ട്രിക്ക് കൊടുക്കാൻ പറ്റിയൊരു സിനിമ കിട്ടുമ്പോൾ അതിന് നമ്മൾ ആഘോഷിക്കാതെ നിർത്തിക്കോ, അത് കഴിഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ, നീ വേറെ സിനിമ ചെയ്തോ എന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇങ്ങനെ കടന്ന് കരയും ചെയ്യുമ്പോൾ അതിന് കൂടെ നിൽക്കുമ്പോൾ അത് സമ്മതിക്കുന്നില്ല. മലയാളത്തിൽ നിന്ന് ഒരു സിനിമ ഇത്രയും, അതായത് ഇന്ത്യൻ സിനിമയിൽ പോലും കണ്ടിട്ടില്ലാത്തത്രയും ബ്രൂട്ടൽ ആയിട്ടൊരു സിനിമ, സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ, അത് വൻ സംസാരമായിട്ട് ചർച്ചയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ നിൽക്കുക എന്നല്ലാണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് നമ്മളല്ലെങ്കിലും പറയുന്നതാണ്. സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ആഘോഷിക്കാനുള്ളതാണ്. 1000 നാക്കിൽ പറയും. തീർച്ചയായിട്ടും. സിനിമ പരാജയപ്പെട്ടാൽ 100 നാക്കിൽ. അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അത് ഇനി ഏത് സിനിമ വന്നാലും ഇങ്ങനെ തന്നെ കേട്ടോ. വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനൊപ്പം തന്നെ നിന്നു കൊടുക്കും. നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, അത് അറിയാവുന്നവർക്ക് അറിയാം എന്തായാലും. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റ്സ്, റിവ്യൂ, റിയാക്ഷൻ ഇതൊക്കെ ചെയ്യുന്ന, ഇത് മാത്രം അടങ്ങുന്ന ഒരു ചാനലാണ്. ആ ചാനലിൽ പിന്നെ ഇതല്ലാതെ എങ്ങനെ എന്താ പറയാ? അതെ, ഇതിൽ പോലും അങ്ങനെ പാടില്ലാന്നോ? സമ്മതിക്കൂല രാമൻകുട്ടി, സമ്മതിക്കൂല. ഞങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കും. അതെ, അതിലൊരു ട്രോൾ വീഡിയോ ഉണ്ട്, നമ്മുടെ PK ചെയ്താണ്. ഒരു ഗംഭീര സാധനമാണ് എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. കണ്ടുനോക്കാം. ഓക്കെ, എന്റെ മജീദേ, ഇത് ഐറ്റം വേറെയാ. എന്റെ പ്രസിഡന്റ് വെടിച്ചില്ല സാധനം. ഇപ്പോഴും അതിന്റെ രോമാഞ്ചം വിട്ടു മാറിയിട്ടില്ല. Unni Mukundan is fantastic actually. मतलब after watching Unni Mukundan performance actually I really remembered KGF. मतलब KGF chapter 1 and chapter 2 की याद आ गई. That kind of composure, that kind of actually high octane drama. बच्चे तो जाएंगे ना
बिल्कुल ही नहीं बच्चे एनिमल तो कुछ नहीं रहे सामने कुछ भी नहीं था भाई उन्नी मुकद्दर is second मतलब you can say copy of Yash. I can say definitely. I just love him and his performance. തെളിഞ്ഞല്ലോ മോനെ കലക്കി. ഇവൻ മുമ്പ് വിചാരിച്ച പോലെ അല്ല കേട്ടാ, ആള് മിടുക്കനാണ്. പിന്നെ ഒരൊറ്റ കാര്യം മാത്രം നീ സൂക്ഷിക്കുക. നീ ഹീറോ ആവുമ്പോ ഒരുപാട് വില്ലന്മാർ നിനക്കായി ഒരുങ്ങുന്നുണ്ട് ഈ സിനിമയ്ക്ക് പുറത്ത്. തീയും കത്തിച്ചാ വരുന്നത്. കൊള്ളാം, നീ ആളൊരു കൊമ്പനാടാ. കടക്കലെ വെട്ടിയാലും തല ഉയർത്തി നിൽക്കുന്നു. അതാടാ ചങ്കൂറ്റം. ഞാൻ വന്നപ്പോ മുതലില്ല ചെന്നായികൾ എന്നെ കൂട്ടം കൂടി ഇടിക്കാൻ നോക്ക. ഇനി ഇവിടെ ഞാൻ മതി. പക്ഷെ മോൻ കാണിക്കുന്ന തിളപ്പുണ്ടല്ലോ, അത് ഒറ്റ വേർപ്പിന് തീരും. നമുക്ക് കാണാം. ഇവൻ വലിയ ഹീറോ ആന്ന ഇവന്റെ വിചാരം. എടാ മോനെ, നിനക്ക് ഒന്ന് കാലുറപ്പിച്ച് നിൽക്കാൻ എങ്കിൽ ഞാൻ വിശ്വസിക്കാം നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. കൊട്ടൂരാണ് യുദ്ധത്തിന്റെ ഇടയിലാണ് ശരിക്കുള്ള സ്വാതന്ത്ര്യം, കൊല്ലാനുള്ള സ്വാതന്ത്ര്യം. പക്ഷെ മറക്കണ്ട, ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥ് നീ മണ്ണിൽ വിട്ടു. മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല, പിന്നെയാണ് മരം പെയ്യും. എന്തായാലും നമ്മൾ കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഇല്ല, എന്നെ ജയിക്കാൻ അവന് സാധിക്കില്ല. വെറും 5 ദിവസം കൊണ്ട് 50 കോടി. ഇപ്പൊ പൊളിഞ്ഞില്ല. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമുള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇനി മറ്റൊരു കാൻഡിഡേറ്റിനെ പരിചയപ്പെടുത്താം. വരുന്നു. Why you so serious? എല്ലാ സിനിമകളിലും ഒരാളുണ്ടാവുമല്ലോ. നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഹീറോ ആണോ? അല്ല, ഒക്കെ ചെയ്തു വെച്ച പരിപാടി എന്തൊരു വില്ലനാണ് ഇയാള്. എല്ലാവരും ഞെട്ടിപ്പോയി. അല്ലാത്ത മനുഷ്യൻ കേട്ടോ, അല്ലാത്ത മനുഷ്യൻ. why you so serious? അങ്ങനെയൊന്നും ഇല്ലെന്നേ. ജയിൽ പുള്ളിയൊന്നും അല്ല, നല്ല മനുഷ്യനാന്ന് പറഞ്ഞത്. കണ്ടേ की कोई एक ऐसी चीज जो आज तक शुरू से फॉलो कर रहे हो, कोई उनकी कोई बात या उनका कोई एक्टिविटीज कुछ भी आने से I go to orphanages, I donate a lot and मेरे पिताजी जब छोटे थे हम देखते थे कि पापा बहुत करते थे. मतलब इतनी सी अगर सैलरी है तो उसमें इतना सा हिस्सा निकलता था. ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ തമ്പുരാൻ ഇരിക്കുന്നല്ലേ കുഞ്ഞച്ചാ. പണം അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ലേ. तो वही चीज मैं पिताजी से सीखी है मैंने कि हमेशा लोगों को अन्नदान करो, लोगों को जैसे फूड डिस्ट्रीब्यूशन में करता हूँ. കൊള്ളാൻ വെച്ചു, താങ്കളെ കുറിച്ച് അറിയും തോറും ഞാൻ അത്ഭുതപ്പെടുകയാണ്. മാർവലസ്. तो मेरा क्या होता है कि मैं जब भी कोई मूवी साइन करता हूँ तो मैं द डे आई गेट साइनिंग नेक्स्ट डे मैं मेरा फूड डिस्ट्रीब्यूशन करता है उसमें से. ഈ മനുഷ്യനെയാണ് അവിടെ കൊണ്ടുപോയിട്ട്. അവൻ വെറും പാവാമോനെ, ശുദ്ധഭാവം. ഇപ്പൊ എന്റെ മനസ്സ് മുഴുവൻ കുറ്റബോധ. ഭ്രാന്തായിരുന്നു. ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് വഴക്കും അടിപിടിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം എതിരെ നിൽക്കുന്നവന്റെ ഉള്ളെന്നറിയാൻ ശ്രമിച്ച എല്ലാരും പാവങ്ങളാണ്, വെറും പാവങ്ങളാ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സത്യേട്ടാ, അല്ലാത്ത മനുഷ്യൻ കേട്ടോ, അല്ലാത്ത മനുഷ്യൻ. കഴിവും പരിശ്രമമാണ് ഒരാളെ ആരെങ്കിലും ഒക്കെ ആക്കി തീർക്കുന്നത്. അയാൾക്ക് കഴിവുണ്ടായിരുന്നു, നന്നായി പരിശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് നെഞ്ചുറപ്പോടെ അയാളെ ചൂണ്ടി നമുക്ക് പറയാൻ കഴിയും അതൊരു നടനാണ്.
നീ തകർക്കളിയാ. ഓൾ ദ ബെസ്റ്റ്. യുദ്ധത്തിനാണെങ്കിലും സമാധാനത്തിലാണ് ജോർജിനൊപ്പം മാർക്കുണ്ട്. പേടിച്ചില്ലേ? വില്ലനെ അമ്പോ എന്തല്ലേ. എന്തായാലും ഒന്ന് കിടുങ്ങി, ഒന്ന് വരണ്ടു സത്യം. ഹിന്ദി ഓഡിയൻസ് ഇത് അവരൊക്കെ കണ്ടുവച്ചിരിക്കുന്ന ഒരു ലെവലുണ്ട്, അത് KGF ലെവല്. അതിന്റെ മുകളിലേക്ക് ഒരു സാധനമായിട്ട് ചെല്ലുമ്പോഴേ ഇവർക്ക് വയലൻസ് അല്ലെങ്കിൽ ബ്രൂട്ടാലിറ്റി എന്നുള്ള രീതിയിൽ ഇവര് കരുതി വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്, അനിമല്. എന്ത് അനിമൽ? ഈ ചെറിയ പൂച്ചല്ലേ, അതിന് അനിമൽ എന്ന് പറയും. തീർച്ചയായിട്ടും പൂച്ച ശരിയാണല്ലോ, പൂച്ചയൊക്കെ അനിമലാണ്. അത്രേ ഉള്ളൂ. ഇവിടെ ശരിക്കും വന്ന് നിന്നു നരി, നരീന്നോ കടുവാന്നോ എന്തും പറയാം. അത് മാർക്കോന്ന് മാത്രല്ല, സൈറസും ജോർജ് പീറ്ററും അങ്ങനെ ഷമ്മി തിലകന്റെ മകൻ, എല്ലാരും വേറെ റേഞ്ച് ആൾക്കാർ. എന്നാലും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് മസ്റ്റ് വാച്ച് ചെയ്യാം. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.